എലോൺ മസ്കിന്റെ ബഹിരാകാശ സംരംഭമായ സ്പേസ് എക്സിന്റെ ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിങ്ക് ഇന്ത്യയിലെ ടെലികോം രംഗത്തെ പ്രമുഖരുമായി കൈകോർക്കുന്നു. പുതിയ നീക്കം ഇന്ത്യയുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയിൽ മറ്റൊരു യുഗത്തിന് തുടക്കം കുറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഈ വരവ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. യുക്രൈനിലെ സ്റ്റാർലിങ്ക് സേവനവുമായി ബന്ധപ്പെട്ടുണ്ടായ അനുഭവങ്ങൾ ഈ ആശങ്കകൾക്ക് ആക്കം കൂട്ടുകയാണ്. ഒപ്പം നിറയെ ചോദ്യങ്ങളും. സ്റ്റാർലിങ്ക് നിലവിൽ 100-ലധികം രാജ്യങ്ങളിൽ സേവനം ചെയ്യുന്നു. ഇന്ത്യയിൽ ജിയോയും എയർടെല്ലും സ്റ്റാർലിങ്കിൻ്റെ ഉപകരണങ്ങൾ വിൽക്കാനും സേവനങ്ങൾ നൽകാനും തയ്യാറെടുക്കുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലും ദുർഘടമായ സ്ഥലങ്ങളിലും ഇൻ്റർനെറ്റ് എത്തിക്കാൻ ഈ സാങ്കേതികവിദ്യ ഉപകരിക്കുമെന്നാണ് ഏറ്റവും പ്രത്യേകത. സ്റ്റാർലിങ്കിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഒരു വിദേശ കമ്പനിയായ സ്റ്റാർലിങ്കിന് ഇന്ത്യയുടെ ആശയവിനിമയ സംവിധാനങ്ങളിൽ ഇത്രയധികം നിയന്ത്രണം ലഭിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ? യുക്രൈനിൽ സംഭവിച്ചതുപോലെ ഒരു സ്വകാര്യ കമ്പനി തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സേവനം നിർത്തിയാൽ എന്ത് സംഭവിക്കും? സ്റ്റാർലിങ്കിന് ഇന്ത്യയുടെ സാറ്റലൈറ്റ് സ്പെക്ട്രം നൽകുന്നത് ദേശീയ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാണ്. ഇതൊരു വിദേശ കമ്പനിയുടെ കുത്തകയിലേക്ക് നയിക്കും. ആർക്കാണ് ഈ സേവനം ഓൺ ഓഫ് ചെയ്യാനുള്ള അധികാരം? സ്റ്റാർലിങ്കിനോ അതോ അതിൻ്റെ ഇന്ത്യൻ പങ്കാളികൾക്കോ? സ്റ്റാർലിങ്കിൻ്റെ ഡാറ്റ സുരക്ഷയും ഒരു പ്രശ്നമാണ്. ഇന്ത്യയിലെ ഉപയോക്താക്കളുടെ വിവരങ്ങൾ ഒരു അമേരിക്കൻ കമ്പനിയുടെ കൈകളിലെത്തുന്നത് സ്വകാര്യതയെ ബാധിക്കുമോ? സൈനിക ആശയവിനിമയങ്ങൾക്ക് സ്റ്റാർലിങ്ക് ഉപയോഗിച്ച ആ ഡാറ്റ ലീക്കാകാനുള്ള സാധ്യതയും ഒഴിവാക്കാനാവില്ല. ഇത്രയും ആശങ്കകൾ ഉയർന്നിട്ടും ജിയോയും എയർടെല്ലും സ്റ്റാർലിങ്കുമായി കൈകോർത്തത് എന്തുകൊണ്ട്? ഇതിനു പിന്നിൽ ബിസിനസ് തന്ത്രമുണ്ട്. ഇന്ത്യയിലെ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ വിപണി 2030 $1.9 ബില്യൺ ഡെലോയിറ്റിൻ്റെ കണക്ക്. ഇന്ത്യൻ സർക്കാർ സ്റ്റാർലിങ്കിനോട് ചില കർശന നിബന്ധനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു കൺട്രോൾ സെൻറ്റർ സ്ഥാപിക്കണം, സുരക്ഷാ ആവശ്യങ്ങൾക്കായി ആശയവിനിമയം തടയാനുള്ള സംവിധാനം ഉണ്ടാകണം, നിയമപാലകർക്ക് കോളുകൾ തടയാനുള്ള സൗകര്യം നൽകണം എന്നിവയാണവ. ഈ നിബന്ധനകൾ പാലിച്ചാൽ മാത്രമേ സ്റ്റാർലിങ്കിന് ലൈസൻസ് ലഭിക്കൂ. എന്നാൽ ഈ നിയന്ത്രണങ്ങൾ എത്രമാത്രം ഫലപ്രദമാകുമെന്നത് വ്യക്തമല്ല. രാഷ്ട്രീയത്തിലും സ്റ്റാർലിങ്ക് ചൂടേറിയ ചർച്ചയാണ്. ട്രംപിൻ്റെ അടുത്ത സുഹൃത്തായ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ഇന്ത്യയിലെത്തുന്നത് ഒരു ഡിപ്ലോമാറ്റിക് നീക്കമാണോ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. പ്രധാനമന്ത്രി മോദി ട്രംപിൻ്റെ സൗഹൃദം വാങ്ങാൻ ശ്രമിക്കുകയാണ് എന്നാണ് പലരുടെയും വാദം. ട്രംപിൻ്റെ പുതിയ തീരുവ നയങ്ങൾക്കിടയിലും ഇന്ത്യക്ക് ഇങ്ങനൊരു അമേരിക്കൻ കൂട്ടുകെട്ട് അനിവാര്യമോ? സ്റ്റാർലിങ്കിൻ്റെ വരവ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് വിപ്ലവം കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല. പക്ഷെ അതിൻ്റെ സുരക്ഷാ പ്രത്യാഘാതങ്ങൾ അവഗണിക്കാനാവില്ല. യുക്രൈൻ്റെ അനുഭവം ഒരു മുന്നറിയിപ്പാണ്. ഒരു സ്വകാര്യ കമ്പനിയുടെ കൈകളിൽ അമിത അധികാരമെത്തുന്നത് അപകടകരമാണ്. ഇന്ത്യക്ക് സ്വന്തമായ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എന്ന് ആലോചിക്കേണ്ടതില്ലേ? ഇന്ത്യയെ മുൻനിർത്തുമ്പോൾ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിന് സംവിധാനങ്ങൾ വികസിപ്പിക്കുക അത്രമേൽ പ്രതിസന്ധിയുള്ള കാര്യമാണോ?